എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് മൈസൂരെ കൂടി കുറച്ചൊരു നൈറ്റ് ഡ്രൈവ് കേട്ടോ. ജസ്റ്റ് മൈസൂർ പാലസ് അതുപോലെ ചാമുണ്ഡി ഹില്ല് കാര്യങ്ങളെല്ലാം ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് രാത്രി ഇറങ്ങിയാണ്. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പുണ്ട്. എന്തായാലും വന്നല്ലേ, രാത്രി ഒന്ന് പാലസിൻ്റെ ഏരിയയിലൊന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. ലൈറ്റെല്ലാം ഓഫാക്കിയെന്നറിയില്ല, എന്നാലും വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വെച്ചു. ഓൾറെഡി 11 മണി കഴിഞ്ഞു. നമ്മൾ മൈസൂർ പാലസിന് മുന്നിലാട്ടോ. രാത്രി ജസ്റ്റ് ഒരു റൈഡിന് വന്നതാണ്. ബാക്കി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട്, നമുക്ക് ചെറിയൊരു വ്യൂ കിട്ടും. രാത്രി വേണമെങ്കിൽ അതാ കുതിര സവാരിയിലുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുതിര സവാരി കാര്യങ്ങളൊക്കെ ചെയ്യാം. കാണാൻ നല്ല രസമാണ്. ഒരു 2 വർഷം മുമ്പ് നമ്മൾ ദസറയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും നമുക്ക് ബ്ലോഗിങ്ങും പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഒരു മിനിറ്റ് പാലസിൻ്റെ അടുത്ത് വേറൊന്നും നമുക്ക് കാണാനൊന്നുമില്ല. പുറത്തുനിന്ന് നമുക്ക് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വേണമെങ്കിൽ ആ ഒരു കുതിര സവാരി കൂടെ നടത്താം കേട്ടോ. വേറെ അല്ലാതെ അവിടെ ഒന്നുമില്ല. രാത്രി പിന്നെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ രാത്രി വേറെ എൻട്രി കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പയ്യെ പോകുന്നത് ചാമുണ്ഡി ഹില്ലിലേക്കാണ് കേട്ടോ. ചാമുണ്ഡി ഹില്ല് ഇവിടുത്തെ മൈസൂരിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്, ഒരു ടെമ്പിളും. ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ടാവും. കാരണം മൈസൂരൊക്കെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്യാൻ വന്നവരാണെങ്കിൽ എന്തായാലും ചാമുണ്ഡി ഹില്ലിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ അടുത്ത യാത്ര. നമ്മളിതാ രാത്രി ചാമുണ്ഡി ഹില്ലിൽ എത്തിട്ടോ. വെറുതെ രാത്രി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇതെല്ലാം പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങ് ടൂറിന് വന്നിട്ട് ഇതിൻ്റെ മുമ്പ് നല്ലൊരു ഫോട്ടോ എടുത്തൊരു ഓർമ്മയുണ്ട് കേട്ടോ. ഒരു സ്റ്റാച്ചു, ആരുമില്ല, നല്ല തണുപ്പ്. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ എല്ലാം, ഏരിയൽ വ്യൂ എല്ലാം കാണണമെന്നുണ്ട്. അങ്ങോട്ട് നടക്കാം. ടെമ്പിളിലേക്കുള്ള റോഡെല്ലാം അടച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നന്ദിയൊന്നും കാണാൻ പറ്റുന്നില്ല. നന്ദീൻ്റെയൊക്കെ പോകുന്ന റോഡെല്ലാം അടച്ചിട്ടേ ഉള്ളത്. ചെറുപ്പത്തിൽ കണ്ടൊരു ഓർമ്മയുണ്ട്. ഇതൊക്കെ വലിയൊരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ നല്ല ഇപ്പോഴും അതെ, എപ്പോഴും മൈസൂരാണ് നമ്മൾ ട്രിപ്പ്. ഈ ഒരു സ്റ്റാച്ചു ആണ് ചാമുണ്ഡി ഹില്ലിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കേട്ടോ. പിന്നെ ഒരു അമ്പലവും ഒരു നന്ദിയുടെ ഒരു പ്രതിമയുണ്ട്. പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്തായാലും. ഇപ്പം നല്ല റൈറ്റായി. നമ്മളിപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞ്. അങ്ങനെ അമ്പലത്തിലേക്ക് നടക്കാണ്. അവിടെ കാണാം കേട്ടോ, അമ്പലം കാണാം. നല്ല ലേറ്റായി, അതുകൊണ്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം കുറവാട്ടോ. നമ്മൾ ടെമ്പിളിൻ്റെ ജസ്റ്റ് നമ്മളെ ഗോപുരങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആരുമില്ല. ഇവരുടെ പൂര ഡാൻസുകളും പരിപാടിയൊക്കെ കേട്ടോ. കുറച്ച് പശുക്കളല്ലാതെ വേറൊന്നും ഇടിയില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ഫ്രണ്ടിലെത്തി.
ഇവിടുന്ന് നമുക്ക് അകത്തോട്ട് കയറാനുള്ള ഓപ്ഷനൊന്നും ഇല്ല. രാവിലെ 7:30 തൊട്ട് വൈകുന്നേരം 9 മണി വരെ നമുക്ക് ദർശന കാര്യങ്ങളല്ലേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടിട്ട് പോവാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ അമ്പലത്തിനേക്കാൾ മഹിഷാസുരൻ്റെ ആ ഒരു പ്രതിമ ഉണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് കേട്ടോ. പണ്ട് കണ്ടത് വെച്ച് നോക്കുമ്പോൾ പകൽ സമയത്തിൽ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും, ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. 18 ശക്തിപീഠത്തിൽ ഒരു ശക്തിപീഠമായിട്ട് അറിയപ്പെടുന്നൊരു സ്ഥലം കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. എൻ്റെ ഓർമ്മയിൽ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അങ്ങനെ ടൂർ വന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മൈസൂർ വഴി എപ്പോഴും പാസ്സായി പോകാറുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു ഓർമ്മ പുതുക്കലായി കുറേ കാലങ്ങൾക്ക് ശേഷം. ആൾക്കാർ വരുന്നുണ്ട്, രാത്രി ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. രാത്രി പിന്നെ എൻട്രി ഫീയോ പാർക്കിങ്ങോ ഒന്നും ഇല്ലല്ലോ. ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ലോക്കൽസ്. എന്താണ് അകത്തോട്ട് നമുക്ക് കാണുന്നില്ല. ഇതാണ് എൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ ചെറിയ ഗാർഡൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മൈസൂരിൻ്റെ വ്യൂ ഉണ്ടല്ലോ, ഫുള്ള് ലൈറ്റ് ഇട്ട വ്യൂ. അതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഫേമസ് സാധനം. എന്താ കാണുന്ന നമ്മൾ മൈസൂർ പാലസ് യെല്ലോ കാണുന്നത്, അവിടെയാണ് നമ്മളിപ്പോൾ പോയത് കേട്ടോ. ഇവിടെ പോയിട്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് വന്നത്. അങ്ങനെതാ ചാമണ്ടി ഹില്ലിലെ വ്യൂ എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങാം കേട്ടോ. സൈഡിൽ ഫുള്ള് വ്യൂ ആണ്. അപ്പോൾ തിരിച്ച് റൂമിലേക്ക്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ചെറുങ്ങനൊരു ഓംലെറ്റ് എഗ് റൈസെല്ലാം അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. സാധനമൊക്കെ കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് വെക്കാണ്. മുട്ടയുണ്ട്, ചിക്കൻ്റെ കുറച്ച് പീസുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഓംലെറ്റ് അടിച്ചിട്ട് കഴിക്കാൻ വെച്ചു. ഇതങ്ങനെ കറക്കെല്ലാം കഴിഞ്ഞ് നൈറ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി കേട്ടോ. റൂമിലെത്തി. ഇതാണ് റൂം. അപ്പോൾ വണ്ടിയുടെ പാർക്ക് ചെയ്ത് അപ്പോൾ ഇവിടെ 2 ദിവസം ഉണ്ടാവും. ഇവിടുന്ന് നമ്മൾ മെല്ലെ ബാംഗ്ലൂരേക്ക് വേണ്ട. ബാംഗ്ലൂർ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ട്രിപ്പ് ആരംഭിക്കുകയാണ്, പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക്. അപ്പം ഫസ്റ്റ് തന്നെ ഹൈദരാബാദ് സൈഡ് പോകുന്ന വഴിക്കാണെങ്കിൽ ഹംപിയൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. ഹംപിയിൽ ഓൾറെഡി പോയിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് ഹംപിയൊക്കെ കവർ ചെയ്യണമെന്നുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.